വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ഡാർബി ഡേ. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എത്തിഹാദിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. രണ്ട് ടീമുകളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. കാരണം ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 11ാം സ്ഥാനത്താണ് നിലവിൽ ഇപ്പോൾ ഈ സമയത്ത് നോക്കിക്കഴിയുമ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി 16ാം സ്ഥാനത്താണ്. റൂബൻ അമോറിമും പെപ് ഗാർഡിയോളയും ഫ്രോഡ് വാച്ചിലാണെന്ന് പറയാം. അപ്പം എന്തായാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെക്കാളും ബെറ്റർ സ്ക്വാഡ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ട്, നമ്മളെക്കാളും ബെറ്റർ മാനേജർ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ റീസെൻറ്റ് സക്സസ് നോക്കിക്കഴിഞ്ഞാലും മാഞ്ചസ്റ്റർ സിറ്റി ഒരുപാട് മുന്നിലാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം നിലയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അത് ആവിയായി പോവുകയും ചെയ്യും. ഇപ്പോൾ രണ്ട് രീതിയിൽ ഈ മത്സരത്തെക്കുറിച്ച് പറയാം. വേണമെങ്കിൽ നമുക്ക് ഈ മത്സരത്തിൽ പിടിക്കാൻ പറ്റും, അതേസമയം തന്നെ നമ്മുടെ റീസെൻറ്റ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് പോകും എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഈ ഒരു കളിയുടെ ബിൽഡപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ നമ്മൾ രണ്ടുപേരാണ്. ഇപ്പോൾ യുണൈറ്റഡിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ബേൺലീനെ തോപ്പിച്ചിട്ടാണ് ഈ കളിയിലേക്ക് വരുന്നത്. അതേസമയം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ അവർ ഫസ്റ്റ് വൂൾസ് ആയിട്ടുള്ള മത്സരത്തിൽ നന്നായിട്ട് കളിച്ച് ജയിച്ചു. അതിനുശേഷം പിന്നെ 2 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റു എന്നുള്ളതാണ്. ഒന്ന് ടോട്ടനത്തിനെതിരെയും അതുപോലെ തന്നെ ബ്രൈറ്റനെതിരെയും തോറ്റു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രൈറ്റനെതിരെയുള്ള മത്സരത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ട്രാൻസിഷൻ ഓപ്പർച്യൂണിറ്റികൾ ബ്രൈറ്റൺ ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മേ ബി അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ട്രാൻസിഷനിൽ അടിക്കാൻ പറ്റിയ കുറച്ച് പ്ലേയേഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ എംബോമ ആണെങ്കിലും സെസ്കോ പ്രോബബിളി ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം, മൗണ്ടിനും അതുപോലെ തന്നെ കുഞ്ഞിക്കും ഇഞ്ചുറി ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. മേ ബി അവർ ബെഞ്ചിലുണ്ടാവുമായിരിക്കാം. അപ്പോൾ എന്തായാലും സെസ്കോ ഈ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ സെസ്കോനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ കളിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഹാലൻഡും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിരുന്നു, വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കണ്ട ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ എടുത്തിട്ടുള്ള ടീം നമ്മളാണ്. ഏതാണ്ട് 58 ഷോട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടാമത് നിൽക്കുന്ന ടീമിനേക്കാളും 14 ഷോട്ടുകൾ കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇൻ ഷോട്ട് ഓൺ ടാർഗറ്റ്, അതുപോലെ തന്നെ ടച്ചസ് ഇൻ ഓപ്പോസിഷൻ ബോക്സ്, അതുപോലെ ഏറ്റവും കൂടുതൽ ക്രോസ് ഇട്ട ടീം, അതുപോലെ നെക്സ്റ്റ് കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ടീം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 3 മത്സരം എന്ന് പറയുന്ന ചെറിയ സാമ്പിൾ വെച്ച് നോക്കി കഴിയുമ്പോൾ നമ്മളാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇത് പണ്ട് ഗ്രഹാം പോട്ടറിൻ്റെ ഇറയിലുള്ള ബ്രൈറ്റനെ പോലെയാണ്. ആ ഒരു സമയത്ത് നമുക്കറിയാമായിരുന്നല്ലോ, പല സ്റ്റാറ്റിസ്റ്റിക്കൽ മെട്രിക്സിൻ്റെ കാര്യത്തിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ ബ്രൈറ്റൺ ടോപ്പായിരിക്കും. പക്ഷേ അവരധികം മത്സരങ്ങൾ ജയിക്കാത്തതുകൊണ്ട് തന്നെ അവർ മിഡ് ടേബിൾ അല്ലെങ്കിൽ റെലിഗേഷനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു നിലയിൽ നിൽക്കും എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്കലി ചില പോസിറ്റീവ്സ് ഒക്കെ യുണൈറ്റഡിന് ഈ കഴിഞ്ഞ 2-3 മത്സരത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മിഡ്ഫീൽഡ് ഈസ് സ്റ്റിൽ ഷിറ്റ്. അതിപ്പോൾ നമ്മുടെ ഓപ്പോസിഷൻ നിൽക്കാൻ പോകുന്ന മിഡ്ഫീൽഡേഴ്സും നമ്മുടെ മിഡ്ഫീൽഡേഴ്സും കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഒരു രീതിയിൽ നമ്മുടെ മിഡ്ഫീൽഡ് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പുറത്ത് റോഡ്രിയും റെയിൻഡേഴ്സൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ അമോറിം എന്ത് ലൈനപ്പിലാണ്, അല്ലെങ്കിൽ ലൈനപ്പല്ല, ഏതൊക്കെ പ്ലേയേഴ്സിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കളിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് ദ ലൈൻ, പ്രത്യേകിച്ച് ചെറിയ മത്സരമാണ്, ഡിഫെൻസീവായിട്ടിരിക്കുക, ട്രാൻസിഷനിൽ പോയി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മിഡ്ഫീൽഡ് ഉഗാർട്ടെ ആൻഡ് കസമീറോനെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുണ്ണിയും അതുപോലെ മൗണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രൂണോനെ നമ്പർ 10 ഇറക്കുക, സെസ്കോനെ സെൻട്രൽ ഫോർവേഡ്, അതുപോലെ തന്നെ മറ്റേ റൈറ്റ് സൈഡിൽ എംബോമോ. അപ്പോൾ നടുക്ക് ഉഗാർട്ടെ ആൻഡ് കസമീറോ. കാരണം രണ്ടുപേരുടെയും വർക്ക് റേറ്റും അതുപോലെ തന്നെ ഡിഫെൻസീവ് മൈൻഡഡ് പ്ലേയേഴ്സ് രണ്ടുപേര് നമുക്ക് ഒരേ സമയം ഈ കളിയിലേക്ക് വരുമ്പോൾ ആവശ്യമാണ്. റോഡറിനെ പിടിക്കാനായിട്ട് ആരെങ്കിലും വേണം. അതുപോലെ മസറാവിനെയും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മേ ബി നമ്മൾ മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യം. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ അടിക്കുഴഞ്ഞ് ശരിയായ മെൻറ്റാലിറ്റിയിലല്ല ഈ മത്സരത്തിൽ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പരമാവധി ഡിഫെൻസീവ്ലി അല്ലെങ്കിൽ സെറ്റ് പീസുകളിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കുകളെയൊക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒത്തിരി സിറ്റി താരങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം അറിയില്ല. കാരണം നമുക്കറിയാം, പലപ്പോഴും മത്സരത്തിന് മുമ്പ് ഇത്ര താരങ്ങൾ ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം
മത്സരത്തിലേക്ക് വന്ന് പലരും സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിറ്റിയുടെ ടീം ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്വാഡിയോള്, കുസനോവ്, സ്റ്റോൺസ്, ഐറ്റ്നോറി, അതുപോലെ തന്നെ മർമോഷ്, ചെർക്കി, റിക്കോ ലൂയിസിനൊക്കെ ഇഞ്ചുറി ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഇഞ്ചുറികളൊക്കെ അവർക്ക് കാര്യമായിട്ടുള്ളൊരു ഇഞ്ചുറി ലിസ്റ്റ് കണ്ടിരുന്നു. അതിനകത്ത് എത്രത്തോളം പേര് ഫിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ചില സമയങ്ങളിൽ ഇത് മാറാം. എന്തായാലും മർമോഷും ചെർക്കിയൊക്കെ അതുപോലെ ഇഗ്നോറിയൊക്കെ കൺഫേംഡ് ഇഞ്ചുറീസ് ആണ്. ഇപ്പോൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ കുന്യ, മൗണ്ട് ആൻഡ് ഡാലോട്ടാണ്. അപ്പോൾ ഒരു കണക്കിന് ഒരു സൈഡിൽ നോക്കി കഴിയുമ്പോൾ ഒരു കണക്കിന് നല്ലതാണെന്ന് പറയാം. കാരണം ഡാലോട്ടാണെങ്കിലും റീസെൻ്റ്ലി മത്സരത്തിലൊന്നും അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ മൗണ്ട് ഉണ്ടെങ്കിൽ മൗണ്ടിനെ സെൻറ്റർ ഫോർവേഡായിട്ട് അല്ലെങ്കിൽ ഫാൾസ് നയനായിട്ട് കളിപ്പിക്കുന്നുള്ളതാണ് തോന്നിയൊരു കാര്യം. അപ്പോൾ എന്തായാലും സെസ്കോനെ ഈ കളിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഹോപ്പ്ഫുള്ളി സെസ്കോയുടെ ഒരു ഹെഡർ ഗോൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പറയും. കാരണം ഇന്നലെ വോൾട്ടമാഡയൊക്കെ വന്നപ്പോഴേക്കും ഒരു ഗോൾ അടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ വിൽ ബി ഓൺ സെസ്കോ. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് സെസ്കോനെ പല മത്സരങ്ങളിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴേ 0-0-7 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനായിട്ട് എതിരാളികളും അതുപോലെ തന്നെ മീഡിയയൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെസ്കോ ഗോൾ ഓർ അസിസ്റ്റ് ഈസ് നീഡഡ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഹോപ്പ്ഫുള്ളി എംബോമ ഈ മത്സരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് വിചാരിക്കാം. കാരണം ട്രാൻസിഷനിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എംബോമയുടെ കൊണ്ട് നല്ല ഉപകാരം ഉണ്ടാകാൻ പോകുന്നൊരു കളിയായിരിക്കും. അതുപോലെ തന്നെ ബെഞ്ചിൽ നിന്ന് വരാനായിട്ടും ഈ പറയുന്ന പോലെ കൊബിമൈനും ഉണ്ട്. ഒരു പക്ഷേ അത് ബെഞ്ചിൽ നിന്ന് വരാനുണ്ടാവും. അതുപോലെ തന്നെ കുണ്ണിയാലിപ്പോൾ ബെഞ്ചിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രതീക്ഷകളും ബെഞ്ചിൽ നിന്ന് വരാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിൻ്റെ പ്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും മാഞ്ചസ്റ്റർ സിറ്റി നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ ഐ തിങ്ക് ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അവർക്ക് ഇഞ്ചുറികളുണ്ട്. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് അവർ നല്ല രീതിയിലുള്ളൊന്നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ശരിയായ മെൻറ്റാലിറ്റിയിലും അതുപോലെ തന്നെ ക്ലിനിക്കലായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങേരുടെ അണ്ടറിൽ എന്ത് ചെയ്താലും നമുക്ക് ഷൂട്ടിംഗ് ബൂട്ട്സ് ശരിയാവുന്നില്ല എന്നുള്ളതാണ്, നമുക്ക് ഫിനിഷിങ് ശരിയാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അതിൻ്റെ ആണെങ്കിലും കഴിഞ്ഞ മത്സരത്തിലുള്ള മിസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഫിനിഷ് ചെയ്യുക. സോ ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇതൊരു എവേ മത്സരം ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രോ ആണെങ്കിലും ഓക്കെയാണ്. മാൻ സിറ്റി പോലത്തെ ഒരു ടീമിനെതിരെ ഒരു ഡ്രോ പിടിച്ച് വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. പക്ഷേ തോക്കാതിരിക്കുക എന്നുള്ളതാണ്. പറ്റി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ നെഗറ്റിവിറ്റി ലൂപ്പിലേക്ക് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബൈൻഡിയർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ അമ്മൂറിയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സെന്നി ലാമൻസ് വന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒനാന ഗോൺ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഒനാനേനെ ടർക്കിഷ് ലീഗിലേക്ക് തട്ടിയിട്ടുണ്ട്. വിത്തൗട്ട് ലോൺ ഫീസ് നമ്മുടെ സാലറി, നമ്മൾ കൊടുക്കുന്ന സാലറിയൊക്കെ അവർ കവർ ചെയ്യും. ഒബ്ലിഗേഷൻ ടു ബൈ അങ്ങനെയൊന്നുമില്ല. ഒനാന ഈ ഒരു സമ്മറിൽ പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ട് പുള്ളിക്ക് സാലറി ഹൈക്ക് വേണമെന്നൊക്കെ പറഞ്ഞു എന്നാണ് ചോദിച്ചത്. പുള്ളിയുടെ ഒഡാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. സകലമാന മണ്ടത്തരങ്ങൾ കാണിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു സെൽഫ് അവെയർനെസ് ഒനാനയ്ക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒനാന ഗോൺ, അതാണ് കഴിഞ്ഞ ഈ ഒരു എന്താ പറയുക ഇൻ്റർനാഷണൽ ബ്രേക്കിൽ സംഭവിച്ചൊരു കാര്യം. പക്ഷേ ബൈൻഡിയർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സെന്നി ലാമൻസിനെ മിക്കവാറും ചില കപ്പ് ഗെയിംസിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ? നമ്മൾ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.